ഹായ് ഗൈസ്, നമ്മൾ വന്നേക്കുന്നത് നമ്മൾ ലവ് റിവീലിംഗ് പറയാനായിട്ടാണ്. നമ്മൾ എങ്ങനെ നമ്മൾ സെറ്റായെന്നുള്ള സ്റ്റോറിയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ലവ് സ്റ്റോറിയാണ് പറയുന്നത്. എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു നമ്മുടെ ലവ് സ്റ്റോറി കേൾക്കാനായിട്ട്. സോ ഗൈസ്, ഇറ്റ്സ് എ ടൈം ടു റിവീൽ അവർ സ്റ്റോറി. ഞാൻ ഇൻസ്റ്റയിൽ ജസ്റ്റ് പോസ്റ്റുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അല്ലവിൻ കോളേജിൻ്റെ ഒഫീഷ്യൽ പേജിൽ ഒരു ഫോട്ടോ ഞാൻ കണ്ടത്. ആളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ജസ്റ്റ് എന്തോ കുറച്ചൊരു ക്രഷ് അടിച്ചു. ഞാൻ ചോദിച്ചു വേണ്ട പോട്ടെ വേണ്ട, ഞാൻ തട്ടിക്കളഞ്ഞു. ഞാൻ പിന്നെ അത് നോക്കിയില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ അടുത്ത പോസ്റ്റ് അത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ ക്രഷ് അടിച്ചു. ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ ജസ്റ്റ് ഞാൻ ഫോളോ ചെയ്തിട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ച് ഫോളോ ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ നമുക്കറിയണ ആളാണ്. ഞാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാവരെയും കൺഫേം ഒന്നും ചെയ്യൊന്നുമില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, എനിക്കറിയാവുന്ന ഒരാളാണ്, എൻ്റെ കോളേജിൽ പഠിച്ചതാണ്. പിന്നെ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുള്ളിക്കാരനെ കാണേണ്ടത് തന്നെ എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് വെച്ചാണ്. പക്ഷേ അവനിക്കത് ഓർമ്മയില്ല. എൻ്റെ കസിൻ്റെ കല്യാണത്തിന് അവന് ഫോട്ടോ ഒക്കെ എടുത്തെടുത്തത് ഞാനാണ്. പക്ഷേ അവനിക്ക് ഞാൻ ആരാന്നുള്ളത് അറിയാൻ പാടില്ല. ഞാനങ്ങനെ പെൺപിള്ളേരൊന്നും നോക്കാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല എവിടെയാണെന്നുള്ളത്. ഞാൻ ശ്രദ്ധിക്കാറുണ്ടായില്ല. പിന്നെ അന്ന് നമ്മൾക്ക് അറിയാറുണ്ട്, എനിക്കറിയാറുണ്ട് എൻ്റെ കസിൻ്റെ ഫ്രണ്ടാണ്. അപ്പം 2 ഫ്രണ്ട്സേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനാണ് ഫോട്ടോ എടുത്തെടുത്തത്. അപ്പം ഞാൻ ഓക്കെ, എനിക്കറിയാവുന്ന ആളാണല്ലോ എന്ന് ഓർത്താണ് ഞാൻ കൺഫേം ആക്കിയത് തന്നെ. അങ്ങനെ എന്താണ് നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോസിനൊക്കെ ലൈക്ക് അടിക്കുന്നു. ഞാൻ എന്ത് സ്റ്റോറീസ് ഇട്ടാൽ പോലും അതിന് എൻ്റെ ഫോട്ടോക്കാണെങ്കിൽ അതിന് മെയിനായിട്ട് ലൈക്ക് ഇട്ടുതരും. അപ്പം ഞാൻ ഈ പുള്ളിക്കാരനെ ഇങ്ങനെ ശ്രദ്ധിക്കും, എന്താണ് എൻ്റെ ഇങ്ങനെ ലൈക്ക് ഇടുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കാൻ പറ്റില്ലല്ലോ, ജസ്റ്റ് ആളുടെ അറ്റൻഷൻ പിടിച്ച് പറ്റണമല്ലോ. അതിനായിട്ട് ഞാൻ എന്ത് ഫോട്ടോ ഇട്ടാലും ഞാൻ ലൈക്ക് കൊടുക്കും, സ്റ്റോറി ഇട്ടാലും ഞാൻ ലൈക്ക് കൊടുക്കും. അത് തിരിച്ചും തരാറുണ്ട് കേട്ടോ, അതവള് പറഞ്ഞില്ല, അവളും തിരിച്ചു തരാറുണ്ടായിരുന്നു. ഞാനും കൊടുക്കാറുണ്ട്, ലൈക്കൊക്കെ കൊടുക്കാറുണ്ട്. ഞാൻ പിന്നെ ആൾക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മെസ്സേജ് അയക്കുന്നത് വെച്ചാൽ ഞാൻ പുറത്ത് പോയി കറങ്ങി തിരിഞ്ഞ് ഒരു 12 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കും. ഞാൻ കുറച്ചേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യും, റിപ്ലൈ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. ഞാനാണെങ്കിൽ പക്ഷേ 9 മണിക്ക് കറക്റ്റ് 9 മണി എന്ന് പറഞ്ഞ ടൈമിണെങ്കിൽ ഞാൻ കിടന്ന് ഉറങ്ങും. അതൊന്നും എനിക്കറിയില്ലല്ലോ. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ തരാത്തതാണ്, നോട്ടിഫിക്കേഷൻ ചെല്ലുമല്ലോ അപ്പോൾ കാണാമല്ലോ, റിപ്ലൈ തരാത്തതാണ്. ഞാൻ ഒരു 15-20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അൺസെൻഡ് ചെയ്ത് കളയും. വേണ്ട, മെസ്സേജ് അയക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അൺസെൻഡ് ചെയ്ത് കളയും. അങ്ങനെ ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ റിപ്ലൈ വരാത്ത ഞാൻ വിചാരിച്ചില്ല, ഇൻട്രസ്റ്റ് ഇല്ല, മെസ്സേജ് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും വിചാരിച്ച് ഞാൻ പിന്നെ മെസ്സേജ് 2 പ്രാവശ്യം ചെയ്തിട്ട് ഞാൻ പിന്നെ മെസ്സേജ് അയച്ചില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യണത്. ഫസ്റ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ സെക്കൻഡ് മീറ്റാണ്. നമ്മൾ എക്സാം എഴുതാൻ ഞങ്ങളുടെ ഫസ്റ്റ് സെമ്മിലെ മലയാളം എക്സാം എപ്പോഴും വെക്കുന്നുണ്ട്. അതാണ് എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ പോകുന്ന വഴിക്കാണ് ഞാൻ ഓനെ ഗ്രൗണ്ടിൽ വെച്ച് കാണുന്നത്. അപ്പോൾ എനിക്കൊരു കോളും വന്ന് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. ഞാൻ എൻ്റെ അറബി ഞാൻ എടുത്തിട്ട് 5 പ്രാവശ്യം ഞാൻ സപ്ലൈ ചെയ്തു. 5ാമത്തെ സപ്ലൈയിലാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, എന്തിനാണ് ഞാൻ അറബി എടുത്തത്, എന്തിനാ ഇത്ര സപ്ലൈ മേടിച്ചത്, ഇതൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഇതിനു വേണ്ടിയായിരുന്നു എന്ന്. അപ്പോൾ സപ്ലൈ ഉള്ളവരൊന്നും ആരും വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും അതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് ആരും വിഷമിക്കണ്ട, എന്തെങ്കിലും ഉണ്ടാവും നമുക്ക്. അപ്പം ഞാൻ ആദ്യം ഇവനെ കണ്ട്, പക്ഷെ ഞാനെന്താ ചെയ്തത്, പട്ട് റോൾ ഇട്ടത്. ഞാനിവനെ കണ്ടിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷെ എനിക്ക് പോയി മിണ്ടണം എന്നുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എന്നെ മൈൻഡ് ചെയ്യണില്ല. ഞാൻ ചെന്നിട്ട് എന്നെ അറിയുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കപൂറായി. അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് സംസാരിക്കുന്നത് ഇതിൽ ഞാൻ നോക്കുന്നുണ്ട്. അവളാണെങ്കിൽ എന്നെ നോക്കുന്നില്ല. അതിൽ ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. പിന്നെ അവള് വണ്ടി എടുത്തുകൊണ്ട് പോയി. എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാനും കയറി വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ സൺഡേ ഞാൻ ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റോറി ഇട്ട് ഞാൻ ഫുട്ബോൾ കളിക്കാണ്ട് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ഉള്ള ഫോട്ടോ ഇതിനെ അവള് ലൈക്ക് ചെയ്തു. അരീക്കലിൽ പോയത് ഇവള് ലൈക്ക് ചെയ്തു. അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കണോ വേണ്ടേ? പിന്നെ എനിക്ക് ഡൗട്ടായി. ഞാൻ ജസ്റ്റ് എന്താ വെച്ചാൽ ഞാൻ അപ്പം തന്നെ മെസ്സേജ് അയച്ചിട്ട് ഫോൺ അവിടെ ഓഫ് ചെയ്ത് നേരെ കളിക്കാൻ പോയി. ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരുന്നാൽ ഞാൻ പിന്നെ അൺസെൻഡ് ചെയ്ത് കളയും. അതുകൊണ്ട് ഞാൻ നേരെ ഫോൺ ഓഫ് ചെയ്തോടെ വെച്ച് ഞാൻ നേരെ കളിക്കാൻ വേണ്ടി കയറി. കളിക്കാൻ പോകുമ്പോൾ പിന്നെ നമുക്ക് റിലാക്സ് ആണ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ടൈം കിട്ടില്ല. ഫുൾ റിലാക്സ് ആയിട്ട് നമുക്ക് കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. തിരിച്ച് വന്ന് ഞാൻ അപ്പം തന്നെ ഫോൺ എടുത്ത് ഞാൻ പിന്നെ നോക്കി മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കി. ഞാൻ നോക്കിയപ്പോൾ റിപ്ലൈ വന്ന് കിടപ്പുണ്ട്. പിന്നെ അവിടെ നിന്നൊരു ചാറ്റിങ് അങ്ങോട്ട് തുടങ്ങി. ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ ഇപ്പോൾ ഇവരെൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ, എന്തായിരുന്നു ഫസ്റ്റ് മെസ്സേജ്?
ഫസ്റ്റ് മെസ്സേജ് ഹലോ എന്തോ സംതിങ് ആയിരുന്നു, ഹായ് ഹലോ എന്തോ സംതിങ് ആയിരുന്നു. പിന്നെ അതെങ്ങനെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യും? അറിയോന്നും ചോദിച്ചാണ് മെസ്സേജ് അയച്ചത്. അപ്പം ഞാൻ ഇല്ല ഞാൻ അറിയൂല, അറിയാന്നെന്തോ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കോളേജിൽ എക്സാം എഴുതാൻ വന്നിട്ടുണ്ടായി, അപ്പം ഞാൻ നിന്നെ കണ്ടിരുന്നു പറഞ്ഞു. പക്ഷെ ഞാനാണെങ്കിൽ പട്ട് റോളെന്ന് പറഞ്ഞാൽ പട്ട് റോള് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ആണോ എവിടെ വെച്ച്, എപ്പോൾ പറഞ്ഞു നീ എന്നെ കണ്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല കണ്ടില്ല, എപ്പോഴാന്ന് ചോദിച്ചു. ഞാൻ എന്നാലും കണ്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ നുണ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ മെസ്സേജ് അയച്ചു. അങ്ങനെ ഞങ്ങളുടെ സ്റ്റാർട്ടിങ് കോൺവെർസേഷൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജിൽ ഇവൻ ഒരിക്കൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അതിവൻ എന്തോ ഒരു പേപ്പർ മേടിക്കാൻ വേണ്ടി വരണമെന്നാണ് പറഞ്ഞത്. ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്കൊരു പേപ്പറും മേടിക്കാനുണ്ടായില്ല, ഒന്നും മേടിക്കാനുണ്ടായില്ല. ഞാൻ കാണാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവളെന്തെങ്കിലും വിചാരിക്കുമോ, ജസ്റ്റ് എന്താ പെട്ടെന്ന് കാണാൻ പറ്റും ഇവള് വിചാരിക്കുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്കൊരു പേപ്പർ മേടിക്കാൻ വേണം, ഞാൻ വരുമ്പോൾ കാണാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ മീറ്റിങ്ങിലാണെങ്കിലും ഞങ്ങൾ അങ്ങനെ സംസാരിക്കുകയൊന്നും ചെയ്തില്ല. ജസ്റ്റ് കണ്ട് ഞങ്ങളപ്പം തന്നെ പോവുകയും ചെയ്ത്. ഞാൻ പറഞ്ഞ വീട്ടിൽ പോവുകയാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ നേർക്ക് നേരെ നിന്ന് അപ്പം തന്നെ ഞാൻ പോവുകയാണ് ബൈ എന്നും പറഞ്ഞ് ഞാൻ പോവുകയും ചെയ്ത്. അത് കഴിഞ്ഞ് പിന്നെ ആണെങ്കിൽ നമ്മൾ കോൺവെർസേഷൻ ഉണ്ടായില്ല എന്നുള്ളത് അല്ലേ, ഇല്ല നമ്മൾ പിന്നെ ഒരു ഒരാഴ്ചത്തോളം ഒരു ബ്രേക്ക് ഉണ്ടായി. ഞാൻ നമ്മൾ ഇൻസ്റ്റയിലായിരുന്നു കമ്പനി ആയത്. അപ്പോൾ എനിക്ക് മെസ്സേജ് ഒന്നും അയച്ചൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ പുള്ളിക്കാരൻ എവിടെയോ പോയി ഒരു അറിവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സൺഡേ ഇവൻ എന്തോ ഒരു സ്റ്റോറി ഇട്ട. അപ്പോൾ സ്റ്റോറി ഇട്ടപ്പോൾ ഞാൻ ലൈക്ക് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഇയാളെവിടെയായിരുന്നു, ചത്തോ, ഇങ്ങനെ ലൈക്ക് അങ്ങനെയൊക്കെ ചോദിച്ചു. ഒരു പരിചയം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ ആ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ മെസ്സേജ് അയച്ചു. പിന്നെ നമ്മൾ കോൺവെർസേഷൻ തുടങ്ങിയല്ലേ. ഡേറ്റ് ഓർമ്മയുണ്ടോ? മെസ്സേജ് അയച്ച ഡേറ്റ്, കമ്പനി ആയത്, പിന്നെ അങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ ഡേറ്റ്, ഇഷ്ടമാണെന്നുള്ള പറഞ്ഞ ഡേറ്റ് അറിയാമോ? അതിനും അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഏത് ഇയറാന്ന് ഓർമ്മയുണ്ട്? 2022 എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിന് മുമ്പത്തെ ഒരു മന്താണ്. നമുക്ക് ഫസ്റ്റ് സെമിസ്റ്റർ തുടങ്ങിയ ആ സമയത്തായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ മെസ്സേജ് അയക്കലായി. പിന്നെ ഞങ്ങൾ കമ്പനിയായി. പിന്നെ നമ്മൾ മീറ്റ് ചെയ്യണതാണ്. അതിൻ്റെ ഇടയിൽ ഇവനിങ്ങനെ മെസ്സേജ് അയച്ചിട്ട് എനിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. വൃത്തിയായിട്ടൊരു സ്വഭാവമാണ്. ആരെങ്കിലും ഒരാൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകാം. അത് എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊന്നുമില്ല. ഇവൻ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് ഇവൻ പിന്നെ ഒരു പോക്ക് അങ്ങോട്ട് പോയി. ഞാൻ എന്നിട്ട് പിന്നെ രാത്രി മെസ്സേജ് അയക്കുമ്പോൾ എൻ്റെ അടുത്ത് അത്രയും നാൾ കമ്പനി ആയിട്ടിരുന്ന ആള് വേറൊരു രീതി സംസാരിക്കണം, എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കണ പോലെ. എന്താ പ്രശ്നം എന്താ ഒന്നും പറയുന്നില്ല. ഞാൻ അപ്പൊ തന്നെ എന്റെ വാട്സപ്പിലെ ഡിപിയും ലാസ്റ്റ് സീനും എല്ലാം ഓഫ് ചെയ്തു. അപ്പൊ തന്നെ എന്റെ അടുത്ത് ഞാൻ ബ്ലോക്ക് ചെയ്ത് മെസ്സേജ് അയച്ചത്, എന്നെ ബ്ലോക്ക് ചെയ്താന്ന് ചോദിച്ചാൽ മെസ്സേജ് അയച്ചു. ഡബിൾ ടിക്ക് വന്നപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ലാന്ന്. ഞാൻ പക്ഷെ കാര്യം എന്താന്ന് പറയണില്ല. ഇങ്ങനെ വേറൊരു രീതിയിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം, ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ. അത് പിറ്റേ ദിവസമായിരുന്നു തോന്നുന്നു കോളേജിൽ വീണ്ടും ഇവന്റെ ഒരു കസിനെ വിളിക്കാൻ മഞ്ഞണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞാണ്, ഞാൻ ഇവിടെ ഒന്നുമല്ല, ഞാൻ വേറെ ദൂരത്തേക്ക് ജസ്റ്റ് ചോദിച്ചു, ഞാൻ ആ വഴിക്ക് വരുന്നുണ്ട് കോളേജിലായിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ വന്നോ ഓക്കെ എന്നല്ല. നമ്മളെ വീണ്ടും കണ്ട് എന്നാലും ഞാൻ വലിയ കണക്ഷൻ ലൈക്ക് സംസാരമൊന്നും ഉണ്ടായില്ല. ഞാൻ ആ ഒരു റോൾ ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് എന്താ സംഭവം. അപ്പം ഞാൻ എൻ്റെ അടുത്ത് വഴിക്കിട്ട് ചോദിച്ചു, നീ എവിടെയെങ്കിലും പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകണം, ഞാൻ മെസ്സേജ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. എന്തോ ആ സമയത്ത് എനിക്ക് എന്താണെന്നറിയാൻ പാടില്ല, ആ ഒരു സംഭവം അങ്ങനെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വണ്ടി ഓടിച്ചപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, അയ്യോ എന്നാലും അവളെന്തായിരിക്കും എന്നോട് അങ്ങനെ പറഞ്ഞത്, ഞാനെന്തിനാ അവൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് പോകണേ, ഇതുവരെയാരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, എന്നാലും അവൾ എന്തായിരിക്കും പറഞ്ഞത്, അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല, എനിക്ക് തോന്നണേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പറഞ്ഞാൽ പിന്നെ വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്നു. ഞാൻ പിന്നെ ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ട് ഞാൻ പറയും, ഞാൻ അവിടെ പോണേണ്. അങ്ങനെ ഒരു ഗുണമുണ്ടായി, എവിടെയെങ്കിലും പോകണേണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പറയും. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തല്ലുമാല സിനിമ ഇറങ്ങിയത്.
അതിലാണ് ഇവള് പറഞ്ഞിട്ടുണ്ട് ഇവൾക്ക് ഐശുവിനെയും ടോവിനോനെയും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഭയങ്കര ഫാനാണ്. എനിക്ക് അവരൊന്ന് കാണണം എന്നുള്ളൊരു ഇതുണ്ട്. ഇനിയിപ്പോ നേരിട്ട് കാണിക്കാൻ പറ്റിയില്ല ഹിപ്നോട്ടിസം ചെയ്ത് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് തന്നെ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് തല്ലുമാല ഫിലിം ഇറങ്ങിയത്. ഞാൻ വെറുതെ ചോദിച്ചു ഓഗസ്റ്റ് 12 ആണെന്ന് തോന്നുന്നു ഫിലിം കാണാൻ പോയാലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞു പിന്നെന്താ പോവാലോ എന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരും പറയുമല്ലോ പിന്നെന്താ പോവാലോ എന്നൊക്കെ പറയുന്ന രീതിയിലാണെന്ന് വിചാരിച്ച്. എന്നിട്ട് ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ നോക്കുമ്പോൾ സൺഡേ ഉണ്ട്, പിന്നെ ഓഗസ്റ്റ് 15th ഉണ്ട്. അപ്പോൾ 15th വേണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ സൺഡേ ഞാൻ ചോദിച്ചു നമുക്ക് ഫിലിമിന് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞ് ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നെ അവള് പറഞ്ഞ് നോക്കട്ടെ എന്നാ പോവാന്ന് പറഞ്ഞു. പോവാന്ന് കേട്ടപ്പോൾ ഞാൻ 2 ടിക്കറ്റ് അങ്ങോട്ട് ബുക്ക് ചെയ്ത് വെച്ച്. ഇനി മാറ്റരുതല്ലോ, 2 എണ്ണം ബുക്ക് ചെയ്ത് വെച്ച്. പിന്നെ അവള് പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച. ഓ ഞാൻ വിചാരിച്ചു തല്ലുമാല കാണാൻ വേണ്ടിട്ട് എല്ലാവരുടെ കൂടെ പോയതായിരിക്കും, ഫ്രണ്ട്സ് ഒക്കെ ഗ്യാങ് ഒക്കെ ആയിട്ട്. ഞങ്ങള് തന്നെ പോയി. അതാണ് ഫസ്റ്റ് മീറ്റ് ടുഗദർ. എന്നിട്ട് നമ്മള് സൺഡേ ഓഗസ്റ്റ് 14th എന്നാണ് നമ്മള് കാണുന്നത്. അപ്പൊ ഇവൻ രാവിലെ പറഞ്ഞ രാവിലത്തെ ഷോ ആണ്, 10 മണി ഷോ ആണ്. കല്യാണം ഉണ്ടായി. കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നേന്ന് പറഞ്ഞു. അങ്ങനെ ആ ഷോക്ക് പോവാന്ന് പറഞ്ഞ് നമ്മള് ലുലുവില് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞാൻ വന്നതിനിപ്പോ നമ്മള് സിനിമയൊക്കെ കണ്ട് ഞാനിങ്ങനെ സിനിമ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പാത്തോടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ മുഖത്തേക്ക് നോക്കണൊക്കെ ഉണ്ട് എന്താണ് റിയാക്ഷൻ എന്ന് അറിയാന്. അപ്പൊ ഞങ്ങൾക്കൊരു എന്തൊക്കെയോ എവിടെയൊക്കെയോ അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല എനിക്ക് തോന്നണേണോ ശരിക്കും വോയിസ് ആണല്ലോ നമ്മളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയൂലോ എന്നോർത്ത്. ഇവനാണെങ്കിൽ പറയണമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ വെയിറ്റിംഗ് ആണ്, ഇവൻ എന്തെങ്കിലും പറയൂലോ എന്നുള്ളത്. ഇത് എനിക്കാണെങ്കിൽ ഭയങ്കര ഫ്രഷ് അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മള് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഫിലിം കണ്ട് പുറത്തിറങ്ങി. എന്നിട്ട് ഞാൻ എന്താ ചോദിച്ചേ, ഞങ്ങളുടെ ഇടയിൽ വേറൊരു പ്രപ്പോസൽ സീനൊന്നും ഉണ്ടായിട്ടില്ല. ഇവള് ജസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു എനിക്കാണ് ഹൈറ്റ് കൂടുതൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറയില്ല എനിക്ക് പ്രശ്നമില്ല, നിനക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവളും പറഞ്ഞു അവൾക്കും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇതായിരുന്നു ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രപ്പോസൽ സീനായിട്ട് പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് ഇഷ്ടമാണ് ആ രീതിയിൽ സംസാരമൊന്നും ഞങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് ടൈമിലൊന്നും വന്നിട്ടില്ല. പിന്നെ അങ്ങനെ നമ്മള് ലുലുവൊക്കെ വന്നിട്ട് ഇറങ്ങി ഞങ്ങള് കയ്യിലേക്ക് പിടിച്ചിങ്ങനെ നടന്ന് ഞങ്ങള് പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ പോയി. അപ്പോഴും ഇവനെന്നെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഇവൻ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നാ അങ്ങനെയൊന്നും പറയണമൊന്നുമില്ല. നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് ആസ് യൂഷ്വൽ നമ്മൾ ഭയങ്കര കമ്പനി മൈൻഡിൽ അങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ നമ്മൾ പോണ്. അതായത് വണ്ടി കയറിക്കാൻ നമ്മൾ ഫസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പോവുകയൊക്കെ ചെയ്ത് നമ്മൾ വണ്ടിക്ക് പോയിന്. അപ്പം ഇവൻ എന്നെ വീടിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോണ്. ഫസ്റ്റ് ഫോട്ടോ ഒന്ന് കാണിക്കണം. കാണിക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഫോട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് എടുത്ത ഫോട്ടോയാണ്. വേറെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് വണ്ടി കയറിയപ്പോ തന്നെ ഞാൻ ബ്ലാക്ക് ഇവനും ബ്ലാക്ക്. എന്തോ ഒരു അതന്നെ ആ ഒരു സംഭവം അങ്ങനെ തന്നെ പറയാ. അങ്ങനെ നമ്മള് വണ്ടിയിൽ കയറി നമ്മൾ ഫുഡ് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ പോണേണ്. അപ്പോഴും ഇവൻ എന്നെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ചോദിക്കുന്നുണ്ട് ഇവന്റെ അടുത്ത് എന്തെങ്കിലും ഓരോന്നൊക്കെ ചോദിക്കണം. പക്ഷെ ഇവൻ ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടമാണ്, എനിക്ക് കുറേ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളോട് ചോദിച്ചു നിനക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞ് ഇപ്പം പറയാൻ പറ്റില്ല, കുറച്ചുകൂടി കഴിയട്ടെ, വീടെത്താറാവട്ടെ അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇറക്കി ചോദിക്കുന്നുണ്ട് ഇഷ്ടമാണ് വീടെത്താറായിട്ടാ, വീടെത്താറായി ഇഷ്ടമാണ് പിന്നെ ചോദിച്ചു. ഞാൻ റോള് അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ എന്താന്നുള്ള ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇഷ്ടമാണ്. അതേന് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ അപ്പം തന്നെ വാട്സപ്പ് എടുത്തിട്ട് ഞാൻ എത്തി എന്നുള്ളത് അയച്ചു. ഞാൻ അയച്ചത് ഐ ലവ് യു അങ്ങനെ പറഞ്ഞു. അതായിരുന്നു ഫസ്റ്റത്തെ ഐ ലവ് യു. അങ്ങനത്തെ ഒരു പ്രപ്പോസൽസിനായിട്ടാണ് ഞങ്ങളുടെ പ്രപ്പോസൽ സീൻ ഇതാണ്. പിന്നെ നമ്മൾ സെറ്റായി. ഇപ്പോൾ ഇൻഷാല്ല കല്യാണം വരെ എത്തി. ഇവന് November 24 കല്യാണം. അപ്പം നമ്മൾ സെറ്റായിട്ട് ഇപ്പോൾ 2 വർഷം 2.5 വർഷം 27 മാസം നമ്മൾ കഴിഞ്ഞ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ കല്യാണം